ഉത്തരാഖണ്ഡിൽ വൻ മഞ്ഞിടിച്ചിലിന്റെ വാർത്തയാണ്. മനായിലെ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ക്യാമ്പിനടുത്താണ് മഞ്ഞിടിച്ചിൽ. 57 തൊഴിലാളികൾ ഇപ്പോൾ കുടുങ്ങിക്കിടക്കാണ്. വിവരങ്ങളുമായി ബൽറാം ദുരങ്ങാടിയാണ് ചേരുന്നത്. ബൽറാം, രക്ഷാദൗത്യം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? കശ്മി രക്ഷാദൗത്യം വളരെ വെല്ലുവിളി നിറഞ്ഞതാണ് എന്നാണ് സൈന്യവും മറ്റ് ദുരന്ത നിവാരണ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഈ അപകടമുണ്ടായത്. അതായത് ബദ്രിനാഥിൽ നിന്നും 5 കിലോമീറ്റർ അകലെ മന ഗ്രാമത്തിൽ ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ ക്യാമ്പിന് സമീപമാണ് മഞ്ഞിടിച്ചിലുണ്ടായത്. ഈ അപകടം നടക്കുമ്പോൾ 57 പേരാണ് ക്യാമ്പിൽ ഉണ്ടായിരുന്നത്. ഇവർ ഒരു സ്വകാര്യ കോൺട്രാക്ടറുടെ തൊഴിലാളികളായിരുന്നു. ഇതിൽ 10 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ചിലരുടെ നില അതീവ ഗുരുതരമാണ്. ഇവരെ സമീപത്തുള്ള സൈനിക ക്യാമ്പിലേക്കാണ് കൂടുതൽ ചികിത്സയ്ക്കായി മാറ്റിയിരിക്കുന്നത്. മറ്റ് 47 പേർ ഇപ്പോഴും ഈ മഞ്ഞിൽ അടിയിൽ തന്നെ പുതഞ്ഞു കിടക്കുകയാണ്. രക്ഷാപ്രവർത്തനം കനത്ത വെല്ലുവിളിയാകുന്നത് കാലാവസ്ഥ തന്നെയാണ്. ശക്തമായ മഞ്ഞുവീഴ്ച പ്രദേശത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് രക്ഷാപ്രവർത്തനം തെരച്ചിലിനും മറ്റും വെല്ലുവിളിയാകുന്നത്. കൂടുതൽ മഞ്ഞ്, ഈ ഇടിഞ്ഞു വീണ മഞ്ഞുകട്ടകൾക്ക് മുകളിൽ കൂടുതൽ മഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അതുകൊണ്ട് തന്നെ എവിടെയാണ് വീണത് എന്നത് ഉൾപ്പെടെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. കൂടാതെ ആശയവിനിമയം തീർത്തും സാധ്യമല്ലാത്ത ഒരു സാഹചര്യവും ഈ രക്ഷാപ്രവർത്തനം നടത്തേണ്ട മേഖലയിലുണ്ട് എന്നാണ് സൈന്യം അറിയിക്കുന്നത്. പ്രത്യേകിച്ച് സാറ്റലൈറ്റ് ഫോണുകൾ പോലും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് രക്ഷാപ്രവർത്തനത്തിന് മറ്റൊരു വെല്ലുവിളിയായിരിക്കുന്നത്. ഇപ്പോഴും സൈന്യത്തിൻ്റെയും ഒപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെയും ഉദ്യോഗസ്ഥർ ഈ മേഖലയിൽ തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാകുമെന്നാണ് സൈന്യം ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത്. ഹഷ്മി.